ഇനി നമ്മൾ എ എന്ന അക്ഷരമാണ് പഠിക്കുന്നത്. മലയാളത്തിൽ എ ഇങ്ങനെയല്ലേ, ഹിന്ദിയിൽ എ എങ്ങനെ എഴുതുക? ആദ്യം ഒരു ചെറിയ ഒന്ന് വരയ്ക്കുക, എന്നിട്ട് ലേശം ചിരിച്ച് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ ഒന്നിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒന്ന് വരച്ചു, എന്നിട്ട് അതിൻ്റെ തൊട്ട് തന്നെ ചിരിച്ച് ഒരു വര വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വേറൊരു ഒന്നും കൂടി ഇട്ട് കൊടുത്തു അല്ലേ. എന്നിട്ട് ശിരോരേഖയും വരച്ചു. ഒന്നും കൂടി കാട്ടിത്തരാം. ഒരു ഒന്ന് വരച്ചു, ലേശം ചിരിച്ചൊരു വര വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ തൊട്ട് തന്നെ മറ്റൊരു ഒന്നും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് എ ആയി. മറക്കരുത്. ആദ്യം ഇത് ഈർക്കലയായിരുന്നു. ഈ ഈർക്കലയെ ഞാൻ ഒന്ന് മുറിച്ചതാട്ടോ. ആദ്യം ഒരു ഒന്ന് വരച്ചു, എന്നിട്ട് ഒന്നിൻ്റെ അടുത്ത് തന്നെ ഒരു ചിരിച്ചൊരു വര വരച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഒന്നും കൂടി വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ വരച്ചു കൊടുത്തു. എന്നിട്ട് ശിരോരേഖയും നമ്മൾ വെച്ചു കൊടുത്തപ്പോൾ ഇതെന്തായി? ഹിന്ദിയിലെ അക്ഷരം എ ആയി. മറക്കരുത് കേട്ടോ. ഇനി എ എങ്ങനെ എഴുതുക എന്നറിയാലോ? ഇതാണ് എ. മറക്കരുത്, എ. ഇനി നമ്മൾ അടുത്ത അക്ഷരം ഐ ആണ്. എ എന്നില്ല കേട്ടോ ഹിന്ദിയിൽ, അത് മലയാളത്തിലാണ്. ഇനി നമ്മൾ ഐ ആണ് എഴുതണത്. ഹിന്ദിയിൽ എ കഴിഞ്ഞാൽ ഐ ആണ്. ഐ എഴുതാൻ എളുപ്പമാണ്. എ കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ഓർക്കണം, എ കഴിഞ്ഞാൽ പിന്നെ ഐയാണ്. എ കഴിഞ്ഞാൽ ഐയാണ്. മറക്കരുത് കേട്ടോ. എ കഴിഞ്ഞാൽ ഐയാണ്. അപ്പോൾ ഐ മലയാളത്തിൽ ഇങ്ങനെയല്ലേ എഴുതുക? എ കഴിഞ്ഞാൽ എന്താ? ഐയാണ്. അപ്പോൾ ഐ എഴുതണമെങ്കിൽ ആദ്യം എ എഴുതണം. എ എഴുതിയിട്ട് എഴുതി കഴിഞ്ഞു. എന് ഒരു കൊമ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കൂ. ഒരു കൊമ്പ് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ അത് ഐ ആയി. എ എഴുതി, ഏനൊരു കൊമ്പ് വെച്ച് കൊടുത്താൽ അതെന്തായി? ഐ ആയിട്ടോ. ഏന് കൊമ്പില്ലെങ്കിൽ അതെന്താണ്? അത് എ ആണ്. ഇതാണ് ഐ. എ. അപ്പോൾ അയ്യോ, ഇത് ഐ. ഏന് കൊമ്പ് വെച്ച് കൊടുത്താൽ അത് ഐ ആയി. ഇത് എ. ഓർക്കണം കേട്ടോ, ഇംഗ്ലീഷിലെ എ ഓർക്കണം. ഇത് എ. എ കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഏന്നില്ല, ഐയേ ഉള്ളൂ കേട്ടോ. ഐ എഴുതണമെങ്കിൽ എന്താ ചെയ്യുക? എഴുതി ഒരു കൊമ്പ് വെച്ച് കൊടുക്കണം. മറക്കരുത് കേട്ടോ. അപ്പോൾ എയും ഐയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഐക്കൊരു കൊമ്പുണ്ട്. നമ്മൾ ഇത്രയും ദിവസം റിവിഷൻ ചെയ്ത അക്ഷരങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ? ആയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആന്ന് എഴുതണമെങ്കിൽ ഒരു വണ്ണിട്ട് കൊടുക്കണം. ആ എഴുതി ഒരു വണ്ണിട്ട് കൊടുത്താൽ ആന്നായി. ഈയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ എഴുതി ഈയുടെ മേലെ ഒരു കുളത്തിട്ട് കൊടുത്താൽ ഈന്നായി. ഓവും തമ്മിൽ വ്യത്യാസം എന്താണ്? ഓ എഴുതി ഓവിനൊരു വാല് ഒന്ന് ലേശം വളച്ചിട്ട് ഒരു വാലിട്ട് കൊടുത്താൽ അത് ഓന്നായി. എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? വി എഴുതി ഒരു വണ്ണ് വരച്ച് സ്മോൾ ലെറ്റർ ആർ എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എയും ഐയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എ എഴുതി എയുടെ മേലൊരു കൊമ്പിട്ട് കൊടുത്താൽ അതെന്തായി? ഐ ആയില്ലേ. ഇനി ഓയും ഔവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓയിന് ഒരു കൊമ്പ്, ഔവിന് 2 കൊമ്പ്. മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.